മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ആ ട്രംപിനെ അവിടുന്ന് എഴുന്നള്ളിച്ച് ഗുജറാത്തിലും കൊണ്ട് നടന്നിട്ട് സകല താരിഫും ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തുന്ന രാജ്യമായിട്ട് ഇന്ത്യ നിൽക്കുകയാണ്. ചൈനക്കാർ ഇന്ന് പറഞ്ഞതാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കുക ഈ തരത്തിലുള്ള അധിനിവേശത്തിന്. അത് ചെയ്യാതെ ചൈനയെ എതിരാളിയായി കണ്ട് വഴക്കുണ്ടായി. ആർക്കും വേണ്ടാത്ത ഒരു മരുഭൂമി പറഞ്ഞാൽ മഞ്ഞിൻ്റെ മരുഭൂമികൾക്ക് വേണ്ടിയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ അടിയിടുന്നത്. മറക്കരുത്, ഒരു മനുഷ്യന് താമസിക്കാൻ കൊള്ളാത്ത സ്ഥലങ്ങളാണ്, അതിൻ്റെ മുകളിലാണ് അടിയിടുന്നതെന്ന് ഓർക്കണം. അത് നെഗോഷിയേറ്റ് ചെയ്ത് അവസാനിപ്പിക്കേണ്ടതാണ്. ഒരതിർത്തിയും ഉള്ളതല്ല, മനുഷ്യനിർമ്മിതമായ അതിർത്തികളാണ്. അത് പറഞ്ഞു തീർക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കുന്ന സാധനം മാത്രമാണ്. അതിനുവേണ്ടി ആയുധം ഉണ്ടാക്കി ചൈനക്കാരുമായി യുദ്ധം ചെയ്യാനല്ല ഇന്ത്യ ഇരിക്കേണ്ടത്. അതിനെ കോപ്പ് കൂട്ടുന്ന ഏത് ഇന്ത്യക്കാരനും ഒരുപോലെ ഈ രാജ്യത്തിനും ലോകത്തിനും ദ്രോഹം ചെയ്യുന്നവരാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പേരെയും ഒന്നിച്ചെതിർക്കേണ്ട കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചു തോക്കും. ആരും വിജയിക്കാത്ത യുദ്ധം ആണ് ഇനി ഉണ്ടാകുന്നത്, അല്ലാതെ ആരെങ്കിലും ജയിക്കുമെന്ന് വിചാരിക്കരുത്. ആരും വിജയിക്കാത്ത യുദ്ധമാണ് ഉണ്ടാകുന്നത്. ആറ്റം ബോംബ് ഇട്ടടുത്തേക്ക് ഒരു മനുഷ്യനും പോകാൻ പറ്റത്തില്ലെന്ന് അറിയണം. തോക്കാൻ പോകുന്ന ഏതവനും ചെയ്യാവുന്ന പ്രവൃത്തിയാണത്. അത് കാരണം കൊണ്ട് ഒരു കാലത്തും ഒരു യുദ്ധം ഇനി ആരംഭിക്കാതിരിക്കേണ്ട കാലത്താണ് ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച പ്രൈം മിനിസ്റ്റേഴ്സിനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് മറക്കരുത്. അത് ഇത്ര വില കൊടുത്ത് പഠിച്ചില്ലേ? ഇവനൊക്കെ പോയിട്ട് ആ ട്രംപിൻ്റെ കാലെ നാക്കി നടക്കുകയാണല്ലോ. ചവിട്ടി പുറത്താക്കുന്ന നിലവാരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോഴെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. അതിന് പകരം ഇവിടുത്തെ പാവം പിടിച്ച മുസ്ലിങ്ങൾ വിരോധവും പറഞ്ഞ് ഈ ഇസ്രയേലിന് സപ്പോർട്ടും കൊടുത്ത് നടക്കുന്ന ഈ എത്ര അസംബന്ധം പിടിച്ച ലോകമാണ്, ആലോചിക്കാൻ വയ്യ. ഇതിനൊക്കെ കൂട്ടു നിന്നിട്ടുള്ള ഈ ഇന്ത്യയിലെ ഇന്ന് ഇവിടെ ഭരിക്കുന്ന മുഴുവൻ ആൾക്കാരും മര്യാദയുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അവർ ഈ രാജ്യത്തിനെ മാത്രമല്ല ലോകത്തിന് കളങ്കമായി തീരുന്ന സ്ഥലത്താണുള്ളത്. വരുന്ന ലോകം, വരാൻ പോകുന്ന മനുഷ്യരൊന്നിച്ച് നിന്നാൽ മാത്രം മറികടക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നത്തിന് മനുഷ്യരൊന്നിച്ച് നിൽക്കുന്നത് വഴി ലോകം മുഴുവനും സമാധാനമായി നിൽക്കുകയും എല്ലാവർക്കും ഒന്നിച്ച് വളരെ നല്ല ഒരു ലോകം എന്ന് പറഞ്ഞാൽ സാമാന്യനെ മെച്ചപ്പെട്ട ഒരു ലോകം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാലത്താണ് ഈ ദ്രോഹകരമായ ബോംബും പ്ലെയിനും കണ്ടുപിടിക്കാൻ നടക്കുന്നത്. പ്ലെയിനെന്ന് പറക്കുന്ന പ്ലെയിനല്ല, മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന പ്ലെയിനെ പറ്റിയല്ലേ പറയുന്നത്. യുദ്ധം ചെയ്യാനുള്ള പ്ലെയിനുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യദ്രോഹകരമായ ഒരു ഇന്ത്യ ആവശ്യമില്ല ഇന്നത്തെ ഈ നിലവാരത്തിൽ. മനുഷ്യർ തമ്മിൽ യോജിച്ച് നിൽക്കാനൊക്കുന്ന ഒരു സ്ട്രോങ് ബലമുള്ള ഒരു ഇന്ത്യ ഇനി ഉണ്ടായിക്കൂടാ. സഹകരിക്കുന്ന ഇന്ത്യയാണ് ഉണ്ടാകേണ്ടത്. ലോകത്ത് സഹകരണമാണ് ആവശ്യം. നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ മനുഷ്യരാശിക്കുള്ളൂ. പരസ്പരം അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനില്ല. ഇത് എത്രയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിനോട് സമീപിക്കണമെന്നാണ്. ഇത് ഇനി ഒരു അഭ്യർത്ഥന മാത്രമാണ്. ഈ മനുഷ്യരെ, ഈ ഇന്ത്യയിലെ ജനത ഫെഡറൽ സ്റ്റേറ്റായിട്ട് നിലനിന്നുകൊണ്ട് സഹകരിച്ച് ഇത്തരത്തിലുള്ള പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ഈ ജനവിഭാഗത്തിന്, ഈ ഭരണവിഭാഗത്തിനെ ഒഴിച്ചുവിടണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്.